Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാനൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫാബ്രിക് ഫ്രഷ്നർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫാബ്രിക് സ്പ്രേ എന്നൊക്കെ പറയാം. നമ്മൾ തുണികളെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തുണികൾ എന്നും നല്ല പുതുമയോടുകൂടെ നിൽക്കും ചെയ്യും, നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രഷ്നറാണ് അല്ലെങ്കിൽ ഒരു റിഫ്രഷ്നറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മതി. ഈ ഒരു സ്പ്രേ ഉണ്ടെങ്കിൽ നമ്മുടെ കേർട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, നമ്മൾ കഴുകിയെടുത്ത തുണികളായിക്കോട്ടെ, അതെല്ലാം നല്ല പുതുമയായിട്ടും നല്ല മണത്തിലിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പോ ബോളോ എന്താണെങ്കിലും എടുക്കാം. നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അളവുകളൊക്കെ കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡ 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. ബേക്കിംഗ് സോഡയുടെ അളവ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ അടിക്കുന്ന സ്പ്രേയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ആ വെള്ളപ്പാട് പോലെ അങ്ങ് ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടതുള്ളത് ഒരു നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടീഷണർ, അത് കംഫർട്ടിൻ്റെ ഒക്കെ കണ്ടീഷണർ ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷണർ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡയുടെ നമ്മൾ സ്പ്രേ അടിക്കുന്നിടത്തൊക്കെ ഈ ബേക്കിംഗ് സോഡയുടെ ആ ഒരു വെള്ളപ്പാണ്ട് ഇരിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയ്ക്ക് 2 ടേബിൾ സ്പൂൺ ഇതുപോലത്തെ ഒരു കണ്ടീഷണർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഞാൻ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ചെറു ചൂടുവെള്ളം മതി. പക്ഷെ ഞാനെടുത്ത ചൂടുവെള്ളത്തിന് ചൂട് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഒരു ചെറു ചൂടുവെള്ളം മതി. നമ്മൾ ഈ കപ്പ് ഒരു 1/4 ഭാഗത്തോളം ചെറു ചൂടുവെള്ളം നിറച്ചിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ചെറു ചൂടുവെള്ളം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷണർ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അലിയാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ അലിയണം. നമ്മൾ ഈ പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ നമ്മളിതുപോലെ ഇട്ടെന്നാൽ അത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് അലിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറു ചൂടുവെള്ളം എടുത്തത് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഫാബ്രിക് ഫ്രഷ്നർ അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക് എന്താ പറയുക റിഫ്രഷ്നർ അങ്ങനെയൊക്കെ പറയാം. അതിവിടെ റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഇത് ചൂട് കൂടിപ്പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനൊരു അല്പസമയം ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ നേരം ഇതുപോലെ ഒരു ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. അത് നമ്മൾ മുന്നേ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള സ്പ്രേ ബോട്ടിൽ എടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ പുറത്തുനിന്ന് മേടിച്ചതാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടും കടകളിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഇത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫ്രഷ്നർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ്ചർ നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ഫാബ്രിക് ഫ്രഷ്നർ റെഡിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് ഒഴിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഫാബ്രിക് ഫ്രഷ്നറിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മൾ അലക്കിയൊക്കെ തുണികളെല്ലാം കഴിയുമ്പം ഈ ഒരു സ്പ്രേ നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ട് മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പുതുമയോടുകൂടി ഇരിക്കുകയും ചെയ്യും, നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ ഫാബ്രിക് കണ്ടീഷണർ ചേർത്തത്. ഈ ബേക്കിംഗ് സോഡ ചേർത്തത് എന്തെങ്കിലും ചീത്ത മണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയും ചേർത്തത്. നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫ്രഷ്നർ ഇവിടെ റെഡിയാണ്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നല്ലതുപോലെ കുലുക്കിയിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ എപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യുന്നു ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഈ ഒരു കണ്ടീഷണറൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് കുലുക്കി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കുന്ന പോലെ തന്നെ ഇതുപോലെ തുണിയിൽ ഇതുപോലൊക്കെ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ഫ്രഷ്നർ നമുക്ക് കേർട്ടന്മേ അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റുമേ പില്ലോ കവറുമേ തുണികളിൽ കോട്ടിൽ എല്ലാത്തിലും നമുക്കിത് അടിച്ചു വയ്ക്കാം. ഇത് ഭയങ്കര എന്താ പറയുക നമ്മുടെ പൈസ ഒത്തിരി സേവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഇപ്പം ഞങ്ങളിതൊക്കെ ഒത്തിരി പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഒത്തിരി എന്ന് പറയുമ്പോൾ ഒത്തിരിയല്ല, എന്നാൽ കുറച്ച് സാമാന്യം വില ഉള്ള രീതിയിലാണ് മേടിക്കുന്നത്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് വളരെ കുറഞ്ഞ വിലയ്ക്കാണ്, അല്ലെങ്കിൽ അത്രയും പൈസ ഇതിനകത്തുള്ളൂ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുഷ്യൻ കവറുമൊക്കെ ഞാൻ അടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ ബേക്കിംഗ് സോഡയുടെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് നമുക്കിതിനകത്ത് ഒന്നും തന്നെ ഒരു പാട് പോലും വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇനി ഞാൻ അടിച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു കുഷ്യൻ കവറുമേ, ഒരു പിങ്ക് കളർ കുഷ്യൻ കവറുമേ ഞാൻ അടിച്ചു. ഇതിനകത്ത് ഒരു തരി എന്താ പറയുക ആ ബേക്കിംഗ് സോഡയുടെ വെള്ളപ്പാണ്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുക്കണം. പിന്നെ ഇതൊരു കേർട്ടനാണ്, ഞാൻ കേർട്ടനുമേ അടിക്കുന്നുണ്ട്. ഞാനിത് ആഴ്ചയിൽ 1-2 തവണയൊക്കെ അടിക്കും കേട്ടോ. കാരണം കേർട്ടനൊക്കെ നമുക്ക് എപ്പോഴും ഒന്നും ഇതുപോലെ തന്നെ എടുത്ത് കഴുകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഇത് ബെഡ്ഷീറ്റാണ്. അപ്പോൾ ബെഡ്ഷീറ്റ് ആണെങ്കിൽ നമുക്ക് എന്നും കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ
ഇതുപോലെ ഒന്ന് അടിച്ച് കൊടുത്താൽ മതി. എല്ലായിടത്തും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഒരു 5-6 തവണ സ്പ്രേ ചെയ്യേണ്ടി വരുമായിരിക്കും. അത് അടിച്ചു കൊടുത്തെന്നാൽ ഒരാഴ്ചയോളം നല്ലൊരു മണമായിരിക്കും. ഈ ഒരു കണ്ടീഷണറിൻ്റെ സ്മെല്ലും നല്ല ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി ഇപ്പം ഞാനിവിടെ പില്ലോ കവറിലും ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട് അടിച്ചാൽ മതി പില്ലോ കവറിൽ, കാരണം നമ്മൾ കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായി പോവും. അപ്പോൾ ഒരു 1-2 സ്പ്രേ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതൊരു വാർഡ്രോബാണ്. ഇപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഞാനിതാ കുറച്ച് എൻ്റെ ഡ്രസ്സുകളൊക്കെ കൊളുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിതുപോലെ ജസ്റ്റ് ആഴ്ചയിൽ 1-2 തവണ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു മണവും അതൊക്കെ എപ്പോഴും അതിനകത്ത് തന്നെ നല്ലതുപോലെ ഉണ്ടാവും. ഇതിപ്പോൾ കുറച്ച് തുണികൾ ഞാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് കഴുകി എടുത്ത് കൊണ്ടുവന്ന് കട്ടുമിട്ടിട്ടുള്ള തുണികളാണ് മടക്കി വെക്കാനായിട്ട്. അപ്പം ഞാൻ മടക്കി വെക്കുന്നതിന് മുന്നേ ഇതേപോലത്തെ ഈ ഒരു സ്പ്രേ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ മടക്കി വെക്കും. അപ്പോൾ അന്നേരം ആ മടക്കി വെച്ച് അതോടുകൂടെ മടക്കിയിരിക്കുമ്പോൾ നമ്മൾ പിന്നീട് ആ തുണി എടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ചീത്ത മണം ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു നീല കളറിലുള്ള ഒരു ട്രൗസറാണ്. ഞാനപ്പോൾ ഞാനൊന്ന് അടിച്ചിട്ടുണ്ട്, കണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈറ്റ് കളർ തോന്നുന്നുണ്ടോ? ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊരു കോട്ടാണ്, ഇതൊരു ബ്ലാക്ക് കോട്ടാണ്. ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതൊരു ബ്ലാക്ക് കോട്ടാണ്. ഈ ബ്ലാക്ക് കോട്ടുമ്പോൾ ഞാനിതുപോലെ സ്പ്രേ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇതിനകത്ത് ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അലമാരകൾ അകത്തുള്ള തുണികൾ അല്ലെങ്കിൽ അലക്കി കൊണ്ടുവന്ന തുണികൾ, നമ്മുടെ കേർട്ടനുകൾ, പുതപ്പുകൾ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടും നല്ല സ്മെല്ലായിട്ടും ഇരിക്കും. അതിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.